നാട് തൃശ്ശൂരാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ഒരു ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. ട്രേഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രേഡിങ് ഞാനൊരു 2018-19 തുടങ്ങിയതാണ്. ട്രേഡിംഗ് ആയിട്ടല്ല, ക്രിപ്റ്റോയിൽ കയറി. ക്രിപ്റ്റോന്ന് ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ക്രിപ്റ്റോയിൽ. പിന്നെ ഒരു 19 ആയപ്പോൾ ആണ് ഞാൻ ഒരു സ്വിങ് പോലെ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കൂടുതലും സ്റ്റോക്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ലോങ് ടേം തന്നെ. പിന്നെയാണ് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാമെന്ന പോലെ ട്രേഡിങ് പഠിക്കാമെന്ന് വിചാരിച്ചത്. ഫിനാൻസ് എനിക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സും റിട്ടേൺ ഓൺ സ്പെൻസും അങ്ങനെ കുറേ നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിനിടയിലാണ് ഇതിലൊരു വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു മില്യൺ ഡോട്ട്സിൻ്റെ. സോ ഞാനപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ വർക്ക് കാരണം ടൈമൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് ഫോറക്സ് നോക്കാമെന്ന് വിചാരിച്ചത്. ഓൾസോ മറ്റേ ഈ DK ഒക്കെ വരുന്നതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ആക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോറക്സിക്ക് മാറാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നിങ്ങളൊരു സബ്മിറ്റ് കണ്ടത്, അതിലേക്ക് ഒരു വർക്ക്ഷോപ്പ് കണ്ടത്. അതിലേക്ക് കയറി. അപ്പോൾ ഇങ്ങനെ പുതിയ ട്രെൻഡൊക്കെ നോക്കി വരുമ്പോഴാണ് ഞാൻ ഓർഡർ ഫ്ലോനൊക്കെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കേരള മാർക്കറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെ ഓർഡർ ഫ്ലോനെ പറ്റി പറയുന്ന ആൾക്കാരൊന്നും ഞാൻ കണ്ടില്ല. അപ്പോഴാണ് ആ വർക്ക്ഷോപ്പിലാണ് ഓർഡർ ഫ്ലോനെ പറ്റിയൊക്കെ ചെറുതായി പറയണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചേർന്ന് നോക്കാം, പേ വിത്ത് പ്രോഫിറ്റ്സും ഉണ്ട്, അപ്പോൾ ചേർന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചത്. ഇയറിൻ്റെ ഗ്യാപ്പ് ഇൻ സെൻസ് ഞാൻ ഫണ്ടമെൻ്റലി ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലായി ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു പ്യുവർ ട്രേഡിംഗ് ഒരു ഇൻട്രാഡേ രീതിക്ക് ഞാൻ ചെറുതായി ചെയ്യുമായിരുന്നു. ബട്ട് ഫുൾ സ്കെയിലായി ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് ബിസിനസ് ഉണ്ട്, ചെറുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വർക്ക് ചെയ്യുന്ന എനിക്ക് ഫുൾ ടൈം ആയിട്ട് അതിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇമ്പ്രൂവ്മെൻറ്റ് കുറവാണ്. ബിസിനസ് വരുന്നുണ്ട്, ബട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കുറവാണ്. അപ്പോൾ ഒരു ആക്റ്റീവ് സ്കില്ലായിട്ട് എനിക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന സ്കില്ല് നോക്കി വരുമ്പോഴാണ് ട്രേഡിങ്ങിലേക്ക് വന്നത്. വേറെ ഡ്രോപ്പ് ഷിപ്പിംഗ് അങ്ങനെ കുറേ നോക്കുമായിരുന്നു. പക്ഷേ അവസാനം ട്രേഡിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഫിനാൻസ് ഇഷ്ടമാണ്, ട്രേഡിങ് ഇഷ്ടമാണ്, മാർക്കറ്റ്സ് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബേസിലാണ്. ഗ്യാപ്പ് എന്ന് പറയാൻ ചെറിയൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ. പക്ഷേ ഞാൻ സ്വിങ്സൊക്കെ ചെയ്യുമായിരുന്നു കുറച്ച്, ബട്ട് പ്യുവർ ആക്റ്റീവായിട്ട് ഞാൻ ചെയ്യായിരുന്നില്ല. സോ ആക്റ്റീവായി ചെയ്യാൻ ഇപ്പോൾ വിചാരിച്ചു. സോ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഫോറക്സ് മാർക്കറ്റിൽ നോക്കി വരുമ്പോഴാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഓരോ സമയത്തും ട്രേഡിംഗ് എന്ന് പറയുന്ന ഓരോ രീതിയിലായിരിക്കും. പണ്ട് ഡെസ്ക് വെച്ച് പേപ്പറൊക്കെ വെച്ചായിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ഓർഡർ ഫ്ലോ ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്നതാണ്. മാർക്കറ്റിൻ്റെ റിയൽ മൂവ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ക്യാൻഡിൽ വെക്കാണ്ട് ക്യാൻഡിലിൻ്റെ ബാക്കിലത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ വെച്ച്. അപ്പോൾ കേരളത്തിൽ നോക്കുമ്പോൾ ഫോറിൻ കോഴ്സസ് ഉണ്ടായിരുന്നു, ഞാൻ നോക്കുമായിരുന്നു. ബട്ട് കേരളത്തിൽ നോക്കിയപ്പോൾ അങ്ങനെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നും ഞാൻ കണ്ടില്ല. സ്ട്രാറ്റജി അല്ല, പഠിപ്പിക്കുന്ന തന്നെ കണ്ടില്ല. അങ്ങനെയാണ് ഇതിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഡാനിഷ് ബ്രോ ആയിരുന്നു തോന്നുന്നു അന്നത്തേലും ഉണ്ടായിരുന്നു. ഈ ഓർഡർ ഫ്ലോനെ പറ്റി പറഞ്ഞു, ഫുഡ് പ്രിന്റിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. സോ ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പഠിക്കാവുന്ന സെൻസ് ബേസിക്സൊക്കെ കുറച്ചായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ബട്ട് ബേസിക്കലുള്ള സ്ട്രാറ്റജിയൊക്കെ നമുക്ക് എന്താ ബാക്കിൽ നടക്കണമെന്ന് അറിയാം. സോ ഇതുവരെയുള്ള ഇത് ഒന്നുകൂടി ബിൽഡ് ചെയ്യുക, ഒന്നുകൂടി ബിൽഡ് ചെയ്യുക. അഡ്വാൻസിലേക്ക് വന്നു, ഒരു പുതിയ രീതിയിൽ പഠിച്ചു, ലിക്വിഡിറ്റീനെ പറ്റിയൊക്കെ പഠിച്ചു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എൻഹാൻസായി. ഇനി സത്യം പറയുകയാണെങ്കിൽ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് അഡ്വാൻസിൽ കുറച്ച് ലാഗ് അടിച്ചു. ബട്ട് കുറച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ ട്രേഡിംഗ് എന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ നമുക്ക് അടുത്ത LITക്ക് പോകാൻ വെയിറ്റ് ചെയ്യണം. ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഒരു അറിയാത്ത വരുന്ന ഒരാൾക്കും ബേസിക് തൊട്ട് പഠിക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഓക്കെ ആയിരുന്നു. കുറച്ചുകൂടി അറിയാത്ത ആൾക്കാർക്കായാലും ഓക്കെ ആയിരിക്കും. പിന്നെ സപ്പോർട്ടിനൊക്കെ പറ്റുകയാണെങ്കിൽ ഭയങ്കര നല്ല സപ്പോർട്ടാണ്. ലൈക്ക് എപ്പോഴായാലും മെസ്സേജ് അയച്ചാൽ മാക്സിമം ഉണ്ട് അതിനുള്ള എന്തായാലും റിപ്ലൈ കിട്ടും. ഡാനിഷ് ബ്രോ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ഡാനിഷ് ബ്രോ ആയിട്ടാണ്, അപ്പോൾ എന്തായാലും കിട്ടാറുണ്ട്. അങ്ങനെ ബിഗ് എമൗണ്ട് ഓഫ് ലോസ് ഇല്ല, കാരണം നമുക്ക് അറിയാലോ എത്ര ലോസ് വരെ പോകാൻ പറ്റുന്നു. അതുകൊണ്ട് ഒരു ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് അല്ല, കാരണം നമ്മളാണ് തീരുമാനിക്കുന്നത് എത്ര ലോസ് ആകാൻ പറ്റുന്നു. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ അടുത്തൊരു ഡ്രോ ഡൗൺ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മറ്റേ കോപ്പി ട്രേഡിങ്ങിൽ. അപ്പോൾ പക്ഷെ അത് ഒരു ട്രേഡ് കൊണ്ടൊക്കെ അതിന് ഡബിൾ ഇരട്ടി റിക്കവർ ആകാൻ പറ്റി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ
നല്ലതാണ്. അതെ, സോ കോപ്പി ട്രേഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ സോ നമ്മളിപ്പോൾ ഒരു പഠിക്കുന്നത് അവർക്കത് ചെയ്യാൻ അറിയാം എന്നൊക്കെ കാരണമാണല്ലോ. കുറേ പേരൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ജസ്റ്റ് കോഴ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലൈവായിട്ട് നമ്മുടെ മെൻറ്റർ എടുക്കുന്നത് കാണാൻ പറ്റുമ്പോൾ ഒരു വിശ്വാസം വരുന്നുണ്ട് എന്തായാലും. സോ സ്കെയിലിംഗ് ഇൻ ദ സെൻസ് ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ഓൾറെഡി. സോ കുറച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഞാൻ പെർസെൻറ്റേജ് പറയുന്നില്ല, കുറച്ച് പെർസെൻറ്റേജ് ഞാൻ ഡയറക്റ്റ് സ്റ്റോക്കിലേക്ക് ചെയ്യാറുണ്ട്. എല്ലാ മന്തും ഡയറക്റ്റ് SIP ആയിട്ട് ചെയ്യാറുണ്ട്. കുറച്ച് പിന്നെ ചിലപ്പോൾ ഗോൾഡ് ഡിപ്പ് ആകുമ്പോൾ ഗോൾഡ് വാങ്ങിക്കാറുണ്ട്, സിൽവർ വാങ്ങിക്കാറുണ്ട്, അങ്ങനെ. സോ ഡൈവേഴ്സിഫൈഡ് ആണ് ഇപ്പോഴും. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റും ഇതുപോലെ സ്പ്ലിറ്റ് ആയിട്ട് കുറച്ച് അടിച്ചു പൊളിക്കാനും, കുറച്ച് സേവ് ചെയ്യാനും, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും, എല്ലാത്തിനും. ഇപ്പോൾ ടു ബി ഓണസ്റ്റ് ഞാൻ ആക്ച്വലി പ്രോഫിറ്റ്സ് ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല, അതാണ് കാരണം, ബേസിക് കാര്യം. അപ്പോൾ ഞാൻ മേ ബി ഉള്ള കിട്ടിയ പ്രോഫിറ്റ് ആണെങ്കിൽ വിഡ്രോ ചെയ്ത് മേ ബി ട്രേഡ് ചെയ്യാൻ റീഇൻവെസ്റ്റ് ചെയ്യായിരിക്കും. പാസീവ് ഇൻകത്തിനേക്കാളും എനിക്കിപ്പോൾ ഞാൻ നോക്കുന്നത്, സോ നിങ്ങൾ പറഞ്ഞപ്പോൾ ഇത് പാസീവ് ഇൻകം ആയിട്ട് നോക്കുന്നതാണ്. ഞാൻ കുറച്ചും കൂടിയും ആക്റ്റീവായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ മേ ബി ചെറിയൊരു വ്യത്യാസത്തിൽ അങ്ങനത്തെ ഒരു ആശയത്തിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അതും നല്ലതായിരിക്കും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് ലാഗ് അടിച്ചായിരുന്നു. അപ്പോൾ മേ ബി എല്ലാവർക്കും നമ്മളെപ്പറ്റി അറിയില്ല. അപ്പോൾ മേ ബി ഒരു ചെറിയ അഡ്വാൻസിൽ വരുമ്പോൾ തീരെ അറിയാത്ത ആൾക്കാർക്കും കുറച്ച് അറിഞ്ഞു വരുന്ന ആൾക്കാർക്കും ചെറുതായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. കാരണം എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ മിനിമം ത്രീ ഒരു പാസീവ് ഇൻകം ഉണ്ടാവേണ്ടത് ഒരു നല്ല കാര്യമാണ്. ഓഫ്കോഴ്സ് മെയിൻ ഇൻകം വർക്ക് ചെയ്യുന്നതാണെങ്കിൽ സെക്കൻഡ് ഇൻകം പാസീവായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ. ആക്ച്വലി സ്റ്റോക്സ് ആയാലും അതിപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് മേ ബി ലേറ്റർ ജനറേഷൻസ് ഓർ ഇപ്പോഴത്തെ ജനറേഷൻസ് ആൾക്കാർക്കൊക്കെ നന്നായിട്ട് സ്റ്റോക്കിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, പണ്ടത്തെ പോലെ അല്ല. അപ്പോൾ ഓഫ്കോഴ്സ് വൺ ഇൻകം ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. മിനിമം 3 മാക്സിമം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ ക്രിപ്റ്റോയിലേക്ക് അത് വന്നിരുന്നത്. ക്രിപ്റ്റോ അന്ന് ആ സമയത്തൊന്നും ആരും വാങ്ങിച്ചിരുന്നില്ല. അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആണ്, ഇങ്ങനെയാണ്, ആൾക്കാർ പുറത്തൊക്കെ US കുറേ പേര് വാങ്ങിക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് എൻ്റെ പോക്കറ്റ് മണിയൊക്കെ വെച്ച് ഞാൻ ഒരു തിരി വാങ്ങിച്ചായിരുന്നു. അന്ന് ഞാൻ തുടങ്ങിയപ്പോൾ ഒരു 3000 5000 ഒക്കെ ആയിരുന്നു റേറ്റ് വൺ എത്തിയപ്പോൾ. അപ്പോൾ അന്നൊക്കെ വീട്ടിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, ലൈക്ക് ഇതൊക്കെ വാങ്ങിക്കണോ. ഞാൻ വീട്ടുകാരൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഇതൊക്കെ സ്കാമാണ്, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊന്നും അവർക്കധികം അമ്മയ്ക്കും അച്ഛനൊന്നും അറിയായിരുന്നില്ല. ആഫ്റ്റർ 2019 കോവിഡൊക്കെ സമയത്താണ് എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ സ്കാം എന്നൊന്നും പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ കൺട്രിയിലും ഫോറക്സ് ആയാലും ഫ്യൂച്ചേഴ്സ് ആയാലും ഓർ ഇന്ത്യൻ മാർക്കറ്റൊക്കെ റെഗുലേറ്റഡ് ആയി നടക്കുന്ന ഒരു സംഭവമാണ്. സോ ഇതൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലാത്തിനും റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും സ്കാമൊന്നും ഒരിക്കലല്ല. ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്തു പോകാൻ പറ്റുന്ന സംഭവമാണ്. അഫ്കോഴ്സ് ഒരു ഡിസിപ്ലിൻ എന്തായാലും വേണം. അല്ലാണ്ട് കുറച്ച് മാസത്തേക്ക് ട്രൈ ഔട്ട് ചെയ്ത് വർക്കൗട്ട് ആയില്ലെങ്കിൽ നിർത്തിപ്പോകാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കുറച്ച് കാലം വർക്ക് ചെയ്ത് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. സോ പെട്ടെന്നൊരു ഇൻകം പോലെ കിട്ടില്ല. സോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനായാലും കുറച്ച് ബേസിക്സും അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് സമയം ഞാൻ ചിലവഴിക്കുന്നുള്ളൂ പഠിക്കാനൊക്കെ. ബട്ട് മേ ബി ലൈറ്റിലൊക്കെ കുറച്ചുകൂടി സമയം വേണ്ടി വരും. ബട്ട് സുഖമായി ചെയ്യാവുന്നതാണ്. ആ ഒരു ഡിസിപ്ലിൻ, ഒരു പാഷനും ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. റെക്കമെൻഡ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് 100% റെക്കമെൻഡ് ചെയ്യും. ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം ഞാൻ 2 months 2.5 months ആയി. 2 months കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അഡ്വാൻസിൽ നിൽക്കുന്നു, LITക്ക് പോകാൻ പോകുന്നു. ഇതുവരെ അഡ്വാൻസ് വരെ എല്ലാം അടിപൊളിയായിരുന്നു. സപ്പോർട്ടായാലും പഠിച്ച കാര്യങ്ങളായാലും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. 100% എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും.